Hello guys, welcome back to another video of Rachus. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പോകുന്നത് മൈൻക്രാഫ്റ്റ് ടിക്ടോക്ക് റിയൽ ആണോ ഫേക്ക് ആണോ നോക്കുന്നത്. ഇതുപോലെ കുറേ വീഡിയോസ് ഉണ്ടാവും യൂട്യൂബിൽ. ഏറ്റവും കൂടുതലുള്ളത് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് നമ്മൾ മലയാളക്കാർക്ക് വേണ്ടിയിട്ട് മലയാളത്തിൽ ടിക്ടോക്ക് വീഡിയോസ് റിയൽ ആണോ ഫേക്ക് ആണോ നോക്കുന്ന ഒരു വീഡിയോ ഇടാൻ പോവുകയാണ്. അപ്പോൾ വേറെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, ആണ് ഫസ്റ്റത്തെ വീഡിയോ. ഫസ്റ്റത്തെ മൈൻക്രാഫ്റ്റ് ടിക്ടോക്കിനായി നമുക്ക് എങ്ങനെ നോക്കാം. കണ്ടിട്ട് സിമ്പിളായിട്ടുണ്ട്, കാണാൻ പിടിക്കുന്നില്ല. കുറെ പിക്കാക്സ് ആക്സ് ആഡ് ചെയ്തിട്ടില്ല. അത് No one ever sees me, I'm losing every battle. Can somebody save me, I'm losing every battle. നമ്മളെ ടർട്ടിൽ ഷെല്ല് നമ്മളെ തലയിൽ എത്തിക്കുന്നു. നമുക്ക് ഇപ്പോൾ നോക്കാം. 4 കട്ടർ
ലൈറ്റർ അത് ഫേക്കാവും. നമ്മൾക്ക് നമ്മൾക്കിൻ്റെ മൈൻക്രാഫ്റ്റ് വേൾഡ് പോയി നോക്കാം. 3, 2, 1. ഓക്കെ ചെറിയ മൈൻക്രാഫ്റ്റ് വേൾഡാണ് ഇത് കാണുന്നത്. മറ്റേ ബോർഡിലാണ് നമ്മൾ ലൈറ്റർ ഉണ്ടാക്കുന്നത്. Sees me, I'm losing every battle. No one ever sees me, I'm losing every battle. No one ever sees me, I'm losing every battle. Can somebody save me, I'm losing every battle. സാധനങ്ങൾ ഇവിടെ സ്പ്രിങ് ഇവിടെ രണ്ടെണ്ണം ഇവിടെ കണ്ട കാശ്. ഇത് ഫേക്കാണ്. ഫേക്ക് കാരണം നമ്മൾ എൻഡ് പോയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് സാധനം എടുക്കൽ. നമ്മൾ ലൈറ്റർ എടുക്കൽ. അതായത് നമുക്ക് അടുത്ത ടിക്ടോക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അതിന് മുമ്പ് നമ്മൾക്ക് ജസ്റ്റ് ലൈറ്റർ കൊണ്ട് എങ്ങനെ നമ്മൾ ലൈറ്റർ റോക്കറ്റും എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വെറുതെ ഒന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്ക്. ഓക്കെ, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, അതിന് പ്രശ്നമൊന്നുമില്ല. നമ്മൾക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് അടുത്ത വീഡിയോ. നമ്മൾ വണ്ടിൻ്റെ ഇടയിൽ ബെഡ് റോക്ക് ലെയറിൻ്റെ അവിടെ കുറേ ചിക്കൻസിനെ ഒരു ലീഡിലാക്കിയാണ് താഴ്ചക്ക് ഇടുന്നത്. അതൊക്കെ ഭ്രാന്ത് പിടിച്ചു. സ്റ്റോൺ ട്രിക്സ് കൊണ്ട് ഒരു ബോട്ട് വെച്ച് കുറച്ച് മുമ്പ് വെച്ച് ചൂട് മുമ്പൊക്കെ നീക്കി നീക്കിയിട്ടുണ്ടാവും. ഗായ്സ്, ഈ വീഡിയോ 100% ഫേക്കാണ്. നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾക്ക് ബെഡ് റോക്കിൻ്റെ അടിയിൽ ഒരു കത്തിയും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. ഇതെന്താ നോക്കാം നമ്മൾക്ക്. എന്നാലേ അങ്ങനെ സ്റ്റോൺ കൊണ്ട് വെള്ളം വെച്ചു. അടിയിൽ ബെഡ് അപ്സിഡിയം വെച്ച് ഗെയിം മോഡ് സർവൈവൽ. എന്ത് ക്വസ്റ്റ്യൻ ഇപ്പോൾ അയാൾ എടുത്തത് നമുക്കൊന്ന് നോക്കാം. വാസ് നോട്ട് ട്രൂ മാസ്റ്റർ. അത് കുടിച്ചിട്ട് ക്രിയേറ്റീവ് മോഡ് ആയാലിപ്പോൾ
അങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം. പോർഷൻ ഒന്നുകൂടെ നോക്കട്ടെ ഗൈസ്. പോർഷൻ ട്രൂമ. നമ്മളിനി എൻ്റെ മൈൻക്രാഫ്റ്റ് വേൾഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് അയാൾ 3 ഒരു ബോക്സ് ഉണ്ടാക്കി 2 അടിൻ്റെ. ഞാൻ പോർഷൻ ഒബ്സിഡിയൻ എടുത്ത് അവർ കാണിച്ച ഒരേ സംഭവം തന്നെയാണിത്. അവർ പറഞ്ഞ ഒരേ പോർഷനാണിത്. അപ്പോൾ എൻ്റെ വേർഷൻ അപ്ഡേറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ പേര് മാറിയിട്ടാണ്. ഈ പോർഷൻ എനിക്ക് 100% ഉറപ്പതാ. നിങ്ങൾ കാണിച്ചിട്ടും കാണിച്ചു തരാം. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുക്കണം. വെള്ളം എടുത്ത് പിന്നെ ഫസ്റ്റ് അവിടെ ഒരു ഒബ്സിഡിയൻ വെച്ചതിൻ്റെ ശേഷം ഈ പോർഷൻ കുടിച്ചു. ഇതാരായി അവർ പറഞ്ഞ 2 എഫക്റ്റ് നമ്മൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നത് ഗായ്സ്. എന്താ ഈ എഫക്റ്റ് നല്ലത്? എന്താ വെജിറ്ററാണ് എന്ത് ഈ എഫക്റ്റ്? പക്ഷേ ഈ എഫക്റ്റ് നല്ല സ്ലോനെസ് ആണ് കേട്ടോ. സ്ട്രോങ് ആണ്. നമ്മൾക്ക് എന്നാൽ അവർ പറഞ്ഞ സംഭവം വെച്ചിട്ട് സ്റ്റോൺ പിക്കാക്സ് അല്ല അവരെടുത്തത്, വെറും വുഡൻ പിക്കാക്സ് എടുത്തത്. അത് നമുക്ക് കിട്ടുന്നത് പോർഷൻ. നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗെയിം ഓൺ 0 പോകണം. നമ്മളിപ്പോൾ ഓക്കെ ഗായ്സ്, നമ്മളിപ്പോൾ സർവൈവൽ മോഡ് ആയിരുന്നു. നമ്മൾക്ക് അവർ പറഞ്ഞ പോലെ ഈ പോർഷൻ ഒന്ന് കുടിക്കുക. ഇതാ വെള്ളത്തിന് കണ്ട് ഗായ്സ്. ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഫേക്കാണ്. നിങ്ങൾക്കെന്താ വീഡിയോയിൽ എന്താ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഒബ്സിഡിയൻ ഇല്ലേ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചാണ് നമ്മൾ വുഡൻ പിക്കാക്സ് കൊണ്ട് പൊട്ടിക്കാൻ നോക്കിയാൽ അത് നമ്മൾ ഓക്സിജനെ തിരിച്ചു തരുന്നതാണ്. നമ്മൾ ഈ ബോട്ടിൽ പോർഷൻ അതിനാണ് എടുത്തിട്ടുണ്ട്. പക്ഷെ ആ പോർഷൻ നമുക്ക് ഡാമേജ് തന്നു, പിന്നെ സ്ലോനെസ്സും തന്നു. പക്ഷെ ഒരു പ്രത്യേകവും സംഭവിച്ചില്ല. നമ്മൾക്ക് ഒരു കാര്യം ഉണ്ടായില്ല. നമുക്ക് ആ ഒബ്സിഡിയൻ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അപ്പോൾ തന്നെ നമ്മൾ ചാവാറായി. അതുകൊണ്ട് ആ വീഡിയോ ഫേക്കാണ്. എന്നാൽ ശരി, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, ഇതാണ് അടുത്ത ടിക്ടോക്ക്. ഇത് നമ്മൾക്ക് നോക്കാം. കുറച്ച് അടിയിൽ പോയിട്ട് വെള്ളം മേലെ വരുന്ന അർത്ഥം നോക്കാം. ഒരു എലവേറ്റർ പോലെ ആവും അത്. അതാണ് കാര്യം. അത് കുറേ മൈൻക്രാഫ്റ്റേഴ്സ്ക്ക് അറിയാമല്ലോ. ആ ബ്ലൂ ആക്കി അതിൻ്റെ ചെയ്ത് അതിലേക്ക് എൻഡർപേൾ ഇട്ടു. ഓക്കെ ഗായ്സ്, ഇത് റിയലാണ്. നമുക്ക് നോക്കിയിട്ടാണ് ബാക്കി കാര്യം. ഗായ്സ്, ഇതാണ് നമ്മൾ വീണ്ടും എൻ്റെ മൈൻക്രാഫ്റ്റ് വേൾഡിൽ എത്തിക്കണം. നമുക്ക് എന്നാലും അവർ ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കാം. കുറച്ച് കട്ടാൻ താടിയുണ്ട്. സോറി ഗായ്സ്, അത്
ചെറിയ പ്രശ്നമുണ്ട്. അത്ര ഡീപ്പായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഡീപ്പൊന്നും പ്രശ്നം ഉണ്ടാവില്ല, ഉറപ്പാണ്. കാരണം ഇതേപോലെ കുറേ ടൈപ്സ് ഉണ്ട്. അതിൽ അത്ര നമുക്ക് ഇഷ്ടമുള്ള ഡീപ്പ് വേണ്ടിയെന്ന് പറയുന്നത്. ഡീപ്പ് പ്രശ്നമല്ല, അതിൽ കോമൻറ്റ് സെക്ഷനിൽ ഇട്ടിട്ട് അങ്ങനെ കമൻറ്റ് സെക്ഷനിൽ അങ്ങനെ തന്നെ ഇട്ടും ചെയ്തിരിക്കണ്. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വീഡിയോ ഇഷ്ടമായിക്കണം ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ താഴെയുള്ള ബെൽ ബട്ടണും നെക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ മൈൻക്രാഫ്റ്റ് വേൾഡ് പോയിട്ട് ഈ യൂട്യൂബ് ചാനലിൽ ബെല്ലൈക്കൺ നോക്കിയിട്ട് ആ ബെൽ പൊട്ടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മൈൻക്രാഫ്റ്റ് പോയി പൊട്ടിക്കുക. ഓക്കെ, എന്നാൽ നമുക്ക് സോൾ സാൻഡ് എടുക്കാം. സോൾ സാൻഡ് എടുത്ത് കഴിഞ്ഞാൽ ഇതാ ഏറ്റവും അടിയിൽ സോൾ സാൻഡ് ഒക്കെ പോകും. സോൾ സാൻഡ് വെച്ച് കഴിഞ്ഞു. ഓക്കെ, വേറെന്താ ചെയ്ത് കഴിഞ്ഞു? ഒരു ട്രാപ്പ് ഡോർ എടുത്ത് ഈ സാധനം ഓൾറെഡി ട്രാപ്പ് ഡോർ. ഇത് റിയൽ ആ സാധ്യത ഭയങ്കര കുറവാണ് ഗായ്സ്. കൂടുതലും ആണ്, അതെനിക്ക് 100% ഉറപ്പില്ല. ഇനി ആവശ്യമുള്ളത് വേറെ ഒരു എൻ്റർപ്രൈസ്. നമ്മൾക്ക് ഇതിവിടെ ഒന്ന് ഓക്കെ, ഇത് വെച്ചതിൻ്റെ ശേഷം ഇവിടെ ഒരു ട്രാപ്പ് ഡോർ വെക്കണം. ഓക്കെ, സ്നീക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ട്രാപ്പ് ഡോർ വെക്കണം. ഒരു കാര്യം ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയി. ഓപ്പൺ ചെയ്ത് നമുക്ക് ആകെ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ പറക്കുക, എന്നിട്ട് ഇത് ഫേക്കാണ് എനിക്ക് ഇപ്പോൾ ഉറപ്പില്ല ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഈ ചെറിയൊരു പ്രശ്നം ഉണ്ടായിക്കെന്ന് തോന്നുന്നു, അത് ശരിയാക്കാനായിട്ട് കുറച്ചും കൂടി ഉയർത്തി പോയേക്കാം. ഇവിടെ വരെ ഇപ്പോൾ അവർ കാണിച്ച പോലെ തന്നെ വരുന്നുണ്ട്. ഇവിടെ ഇത് പിന്നെ അത് ബ്ലൂ കളർ ആക്കണം. സ്നീക്ക് ചെയ്യണം. ആ സാധനം അവിടെ വെച്ച് നമ്മൾ അൺസ്നീക്ക് ചെയ്യണം. ഓപ്പൺ ചെയ്യുക, എൻ്റെ ഇടാം. ഓക്കെ ഗായ്സ്, ആ വീഡിയോ ഫേക്ക് ആയിരുന്നു. സെക്കൻഡ് ഗായ്സ്, എന്തൊക്കെ പിന്നെയും പൊന്തുന്നുണ്ട് ഗായ്സ്. ആ വീഡിയോ റിയൽ ആയിരുന്നു. നമ്മളിപ്പോൾ എൻ്റർപേൾ കണ്ടോ നിങ്ങൾ? ഇപ്പോൾ കാരണം എൻ്റർപേൾ താനെ പൊങ്ങിയില്ലേ? ആ വീഡിയോ റിയലാണ് ഗായ്സ്. നമുക്ക് അടുത്ത ടിക്ടോക്കിൽ പോവുക എന്ന് വെച്ചാൽ ഒരു അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അതുവരേക്കും ഗുഡ് ബൈ ഗായ്സ്.